മരണങ്ങൾക്കൊക്കെ ഒരുപക്ഷെ വിജയ് ഉത്തരം പറയേണ്ടി വന്നേക്കാം. അത്തരത്തിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം തന്നെ കാണാൻ ഇത്ര അധികം ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് എന്ന് മണിക്കൂറുകൾക്ക് മുൻപ് മനസ്സിലാക്കിയ ഒരു നേതാവ് കൂടിയാണ് വിജയ്. സ്വാഭാവികമായും അവിടേക്ക് ഒന്നുകിൽ ഇത്ര അധികം ആളുകളുടെ ബാഹുല്യം കുറച്ചുകൊണ്ട് കുറച്ചുപേരെയൊക്കെ പിരിച്ചുവിട്ടതിന് ശേഷം അവിടേക്ക് എത്തുക, അല്ലെങ്കിൽ പരിപാടി തന്നെ ഉപേക്ഷിക്കുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ഇത്രയധികം ജീവനുകൾ നഷ്ടമാകുമായിരുന്നില്ല എന്നുള്ളതാണ്. സജയൻ, എന്താണ് ഏറ്റവും പുതിയ വിവരം? സജയൻ ടെലിഫോൺ ലൈനില്ല. സജയൻ അല്പസമയത്തിനകം ചേരുമെന്ന് വേണം കരുതാൻ. സജയൻ അല്പസമയത്തിനകം ചേരും. ഏറ്റവും പുതിയ അപ്ഡേഷൻസ് അവിടെ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. മരണസംഖ്യ മനു, ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിത്ത്, ഇപ്പോൾ അനുശോചനം ഒഴുകുകയാണ്. ഇപ്പോൾ കെ അണ്ണാമലയുടെ അനുശോചനം വന്നിരിക്കുന്നത്. അതുപോലെ ഗവർണർ, അവിടുത്തെ തമിഴ്നാട് ഗവർണർ രാജ്ഭവൻ ഇത് വളരെ ഇത്തരം ഒരു വലിയ ട്രാജിക് സംഭവത്തിൽ അഗാധമായ ദുഃഖവും വേദനയുമൊക്കെ രേഖപ്പെടുത്തുകയാണ്. കുട്ടികൾ പോലും ഇതിൽ മരിച്ചിരിക്കുന്നു എന്നത് അത്യന്തം ദുഃഖകരമാണ് എന്ന് വ്യക്തമാക്കുന്നു. അവിടുത്തെ ഗവർണർ RN രവി ഇതുപോലെ ഈ വിഷയം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കാൻ കഴിയട്ടെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം അണ്ണാമലയും സമാനമായ രീതിയിൽ തൻ്റെ ദുഃഖം എക്സിൽ കുറിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ശരിയായ ചികിത്സ നൽകണം എന്ന് അദ്ദേഹം തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിൽ എത്ര പേർ പങ്കെടുക്കണമെന്ന് കൃത്യമായി കണക്കാക്കണം. അതനുസരിച്ച് ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. യോഗത്തിൽ പങ്കെടുക്കുന്ന പൊതുജനങ്ങൾക്ക് മതിയായ സുരക്ഷ ഒരുക്കാൻ പോലീസിന് കഴിയണം. അതിനാവശ്യമായ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണം. ഇതെല്ലാം പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് അണ്ണാമലൈ പറയുന്നു. വിജയുടെ യോഗത്തിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട് അതുപോലെ തമിഴ്നാട് സർക്കാരും പോലീസും വളരെ അശ്രദ്ധമായി പെരുമാറി എന്നൊരു ആരോപണം അണ്ണാമലൈ മുന്നോട്ട് വയ്ക്കുന്നു. DMK സംഘടിപ്പിക്കുന്ന യോഗങ്ങൾക്ക് സുരക്ഷ നൽകുന്ന DMK സർക്കാർ പ്രതിപക്ഷം സംഘടിപ്പിക്കുന്ന യോഗങ്ങൾക്ക് എന്തുകൊണ്ട് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തത്? അങ്ങനെ ഒരുക്കാത്ത ഒരു രീതി അവിടെ ഉണ്ട് എന്ന് അണ്ണാമലൈ ആരോപിക്കുകയും ചെയ്യുന്നു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണം. സുരക്ഷാ ക്രമീകരണങ്ങളുടെ അപര്യാപ്തത മൂലമാണോ അപകടം സംഭവിച്ചതെന്നുള്ളൊരു അന്വേഷണം നടത്തണമെന്ന് അണ്ണാമലൈ ആവശ്യപ്പെട്ടിരിക്കുന്നു. വൈദ്യുതി മുടക്കം സംബന്ധിച്ച് കർശന നടപടി സ്വീകരിക്കണം എന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വളരെ ഗൗരവമായി ഈ വിഷയം ഒരു വിവാദം എന്ന നിലയിൽ ഇത് അത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയമായി BJP ഉന്നയിക്കുകയാണ്. DMK ആകട്ടെ ഇത് പെട്ടെന്ന് തന്നെ ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികൾ എടുത്തു എന്ന അവകാശവാദം വരുന്നു. പക്ഷേ പൂർണ്ണമായൊരു വീഴ്ച വിജയുടെ ഭാഗത്തു നിന്ന്, ഒപ്പം ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഇത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ, അത് വ്യക്തമായി പറഞ്ഞെങ്കിലും പക്ഷെ നടപ്പിലാക്കാനുള്ള ഒരു രീതിയിൽ നിന്ന് പോലീസ് പുറകോട്ട് പോയി എന്ന കാര്യത്തിലും തർക്കമില്ല. മരണസംഖ്യ ഓരോ നിമിഷവും ഉയരുകയാണ് എന്നുള്ളതാണ്. കരൂരിലെ ഈ റാലിയിൽ നിർഭാഗ്യകരമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. വലിയ തോതിലേക്ക് മരണസംഖ്യ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റുണ്ട്. പരിക്കേറ്റവരുടെ നില ഗുരുതരമായിട്ടുള്ള 10-16 പേർ ഉണ്ട്. സ്വാഭാവികമായും അവർ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ്. ആംബുലൻസുകളിൽ അവരെ എത്തിച്ച് ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വലിയ തോതിലുള്ള തിക്കും തിരക്കുമുള്ള പ്രദേശമായിരുന്നു. അവിടേക്ക് ആംബുലൻസുകൾ കടന്നു വരാനുള്ള പ്രശ്നം ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എല്ലാ തരത്തിലും നോക്കിയാൽ മരണസംഖ്യയിൽ വർധനമുണ്ടാകും, സംശയമില്ലാത്ത കാര്യമാണ്. പ്രസംഗം പൂർത്തിയാക്കാതെ വിജയും മടങ്ങുന്നുണ്ട്. ഈ പ്രശ്നം കാണുമ്പോൾ കുഴഞ്ഞു വീണ ആളുകളെ എത്രയും പെട്ടെന്ന് ആംബുലൻസുകൾ ആശുപത്രിയിൽ എത്തിക്കാൻ വിജയ് നിർദ്ദേശിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. വെള്ളക്കുപ്പികളടക്കം ഇവർക്ക് എറിഞ്ഞു കൊടുക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഏതായാലും വലിയ 5-6 മണിക്കൂർ വൈകിയാണ് വിജയ് ഈ റാലിയിൽ പങ്കെടുക്കാനെത്തിയത്. അത്രയും നേരം കാത്തിരുന്ന ആളുകൾ കൂടി കുഴഞ്ഞു വീണ് മരിക്കുന്ന പശ്ചാത്തലം ഉണ്ടായി എന്നുള്ളതാണ്. കരൂരിൽ വൻ ദുരന്തം, വൻ അപകടം സംഭവിച്ചിരിക്കുന്നു. കരൂരിൽ മരണസംഖ്യ ഉയരുകയാണ്. നടുങ്ങിയിരിക്കുകയാണ് തമിഴ്നാട്.
വിജയുടെ റാലിയിൽ മരണസംഖ്യ ഓരോ നിമിഷവും ഉയരുകയാണ്. ഇത്ര വലിയ ദുരന്തം സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ആളുകളുടെ വലിയ ബാഹുല്യമുണ്ടായിരുന്നു. തുടർന്ന് കുഴഞ്ഞു വീണ ആളുകൾ അവർ പരിഭ്രാന്തരായി, പലരും അവരെ ചവിട്ടി പരിക്കേൽക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. തുടർന്ന് മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഏറെയാണ്. ഇതുവരെ ലഭിക്കുന്ന വിവരമനുസരിച്ച് 16-ന് മുകളിൽ സ്ത്രീകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കുട്ടികളുടെ എണ്ണം 6 കവിഞ്ഞു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വലുതോതിലുള്ള മരണസംഖ്യ ഉയരുന്ന സാഹചര്യം അവിടെ സംഭവിച്ചിരിക്കുന്നു. വിജയിയുടെ റാലിയിലാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മനു ഭരതും വി വിനോദും നമ്മോടൊപ്പം ചേരുകയാണ്. മനു, എന്താണ് സംഭവിച്ചത്? ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിത്ത്, ഇപ്പോൾ ഇവിടെ നടന്ന അപകടത്തെ സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണ ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 12 മണിക്ക് നടക്കേണ്ട ഒരു പരിപാടി കരൂരിലാണ് നടക്കേണ്ടിയിരുന്നത്. അവിടെ 12 മണിക്ക് വേലുച്ചാമിപുരത്ത് നടക്കേണ്ട ഒരു പരിപാടിയാണ് വൈകുന്നേരം 7 മണിക്ക് ശേഷം തുടങ്ങാൻ കഴിയുന്നത്. 7:45 കൂടി ആണ് പരിപാടി ആരംഭിക്കുന്നത്. അപ്പോൾ വലിയ ആൾക്കൂട്ടം അവിടെ തടിച്ചുകൂടുന്നു. നടൻ വിജയ് അവിടെ ഒരു വേദിയിലെത്തുന്നു. ആ വേദിയിലേക്ക് ജനങ്ങളുമായുള്ള നടുവിൽ ഒരു ഗ്യാപ്പ് കൊടുക്കുകയോ ഒരു ബഫർ സോൺ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാതെ ആളുകൾക്ക് ഈ വേദിക്ക് അടുത്തേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നു. ഫോട്ടോ എടുക്കാനും മൊബൈലുമായും ദൃശ്യങ്ങൾ എടുക്കാനും ഒക്കെ ആയി വരുന്നു. അതോടൊപ്പം തന്നെ അവിടെ ആളുകൾ കുഴഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. കുട്ടികൾ കുടുംബാംഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നു. അവരെ സഹായിക്കാനായി സന്നദ്ധ പ്രവർത്തകർക്ക് തികയാത്തൊരു സാഹചര്യം വരുന്നു. പോലീസിന് ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നു. ആളുകൾ തുരുതുരെ കുഴഞ്ഞു വീഴാൻ തുടങ്ങി. പലർക്കും ഫ്രാക്ചറുകൾ ഉണ്ടായി. ഈ വളരെ തിരക്കേറിയ ഒരു സ്ഥലത്താണ്, അതായത് 10,000 പേരെ പ്രതീക്ഷിച്ച ഒരു സ്ഥലത്താണ് ഏതാണ്ട് 60,000-ഓളം ആളുകൾ എത്തിച്ചേർന്നത്. അതോടുകൂടി അവിടുത്തെ ഈ കരൂർ വെസ്റ്റിലെ TVK പ്രസിഡന്റ് പറയുന്നത് ഏതാണ്ട് 10,000 പേരെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 60,000 പേര് എത്തി. ട്രാക്ടറിലും ബസ്സിലും നടന്നുമൊക്കെ ആളുകൾ അങ്ങോട്ടേക്ക് വരികയും ചെയ്തു. സ്വാഭാവികമായും അത് നിയന്ത്രിക്കാൻ കഴിയാത്തതായി പോലീസ് നേരത്തെ കൃത്യമായ നിർദ്ദേശങ്ങൾ വിജയുടെ ഈ പരിപാടിയുടെ സംഘാടകർക്ക് നൽകിയിരുന്നു. അത് ഗതാഗത തടസ്സമുണ്ടാക്കാതെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനൊക്കെയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നെങ്കിലും അതൊന്നും നടപ്പിലായില്ല. നേരത്തെ ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതൊക്കെ ജനങ്ങൾ തൻ്റെ അടുത്തേക്ക് വരുന്നത് തടയാനാണ് DMK ശ്രമിക്കുന്നത് എന്ന ആരോപണം വിജയ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ പ്രദേശം മുഴുവൻ. ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് വിജയ് ചെന്നൈയിലേക്ക് തിരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയിയുടെ ഭാഗത്തുള്ള പ്രതികരണം ഏറ്റവും പ്രധാനമാണ്. കാരണം ഇത്ര വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. വിജയ് കാരണം ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നു. വിജയെ കാണാൻ കാത്തിരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ദുരന്തം ഉണ്ടായിരിക്കുന്നത്. സർക്കാരിനെ കുറ്റപ്പെടുത്താം, പോലീസ് സംവിധാനത്തെ കുറ്റപ്പെടുത്താം, പക്ഷേ അപ്പോഴും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല വിജയ്ക്ക്. അതാണ് വിശദമായ അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെടുന്നു. ഹൃദയഭേദകം എന്ന് രജനീകാന്ത് പറയുന്നു. അതേപോലെ പ്രധാനമന്ത്രി ദുഃഖം പ്രകടിപ്പിക്കുന്നു. അമിത്ഷാ വേദന അറിയിക്കുന്നു. തമിഴ്നാട്